ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഓരോ രാജ്യവും പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ പുറംതള്ളുന്ന അവശിഷ്ടങ്ങളുടെ അളവിലും ആനുപാതികമായ വർധനവുണ്ടാകുന്നുണ്ട്. മുൻകാലങ്ങളിൽ അളവിൽ കുറവായിരുന്ന അവശിഷ്ടങ്ങളെ ജൈവ ഭൗമ രാസപ്രക്രിയയിലൂടെ പ്രകൃതിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും സാധിച്ചിരുന്നു. അനിയന്ത്രിതമായ വികസനവും ഉപഭോഗ സംസ്കാരവും ഭൂമിയുടെ വാഹകശേഷിയിൽ വൻ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ മുഴുവൻ പ്രകൃതിക്ക് സ്വീകാര്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് സ്വാഭാവിക പ്രക്രിയകൾക്ക് സാധ്യമാകാതെ വന്നിരിക്കുന്നു. അനുദിനം വർദ്ധിച്ചുവരുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അസുഖകരമായ പരിസ്ഥിതി പ്രശ്നമായി വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ പരിപാടിയിൽ കേരളത്തിലെ സ്ഥിതിയും ആശങ്കാജനകമാണ്. കേരളീയ സമൂഹം ഇതുവരെ ആർജിച്ച സമസ്ത നേട്ടങ്ങളും തമസ്കരിക്കപ്പെടും വിധം നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നമായി മാറിയിരിക്കുന്നു ഖര മാലിന്യ പരിപാലനം. ആരോഗ്യമുള്ള ജനതയും പരിസ്ഥിതിയും സമൂഹത്തിന്റെ വളർച്ചയുടെ ആധാരശിലയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ മാലിന്യങ്ങൾക്കെതിരെ ഒരു കൂട്ടായ്മ ഉയർന്നുവരണം. അതിനുള്ള ആഹ്വാനമാണ് ബയോഗ്യാസ് ടെക്നിക്കൽ കേരള ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. മാലിന്യ പരിപാലനത്തിന് പ്രാദേശിക ഭരണസ്ഥാപനങ്ങളെ ശാസ്ത്രീയവും സാങ്കേതികവുമായി സഹായിക്കുക. പ്ലാന്റ് സ്ഥാപിക്കാൻ സാധ്യമായ സ്ഥാപനങ്ങൾ, വീടുകൾ, ഹോട്ടലുകൾ, ചിക്കൻ സ്റ്റാൾ, ഹോസ്പിറ്റൽ, ബോർഡിംഗ്, ബാർ, മത്സ്യമാർക്കറ്റുകൾ, കല്യാണ മണ്ഡപം, ബേക്കറി ആൻഡ് കൂൾ ബാർ, റിസോർട്ട്, അറവുശാലകൾ, ഫാം, ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ബിരിയാണി സെന്ററുകൾ തുടങ്ങി മാലിന്യമുണ്ടാകുന്ന സകല മേഖലകളിലും പ്ലാന്റ് സ്ഥാപിക്കാം. ബയോഗ്യാസ് പ്ലാന്റിന്റെ പരിപാലന രീതികൾ: വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ വലിയ ബക്കറ്റിലോ ഡ്രമ്മിലോ വെള്ളം ഒന്നിച്ചൊഴിച്ച് വേസ്റ്റ് പൂർണ്ണമായും പ്ലാന്റിനകത്ത് പോയി എന്നുറപ്പുവരുത്തുക. പ്ലാസ്റ്റിക്, സോപ്പ്, പെനോയിൽ തുടങ്ങിയ ബാക്ടീരിയ നശിപ്പിക്കുന്നതും ദ്രവിക്കാത്തതുമായ വസ്തുക്കൾ പ്ലാന്റിനകത്ത് പോകാതെ സൂക്ഷിക്കുക. മാസത്തിൽ ഒരു തവണ 3 ദിവസം തുടർച്ചയായി പ്ലാന്റ് പൂട്ടിയിടുക. പ്ലാന്റും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ചെറുതാക്കി മുറിച്ചിടുക. പ്ലാന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമായ ഘട്ടങ്ങളിൽ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടുക. എല്ലാ ദിവസവും വൈകുന്നേരം ഗ്യാസ് പൂർണ്ണമായും ഉപയോഗിച്ച് തീർന്ന ശേഷം വേസ്റ്റ് നിക്ഷേപിച്ച് വെള്ളം ഒന്നിച്ചൊഴിക്കുക. സർവീസ്: പ്ലാന്റിന് വരുന്ന സർവീസുകൾ ആദ്യത്തെ 1 വർഷം സർവീസിംഗ് പൂർണ്ണമായും യഥാസമയങ്ങളിൽ ഞങ്ങൾ നടത്തുന്നതാണ്. പിന്നീട് വരുന്ന സർവീസുകൾക്ക് സർവീസ് ചാർജ് നൽകേണ്ടതാണ്. പ്രധാനമായും പ്ലാന്റിന് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും പരിഹാരവും: ഇല്ലന്റ് വഴി മാലിന്യം ഇറങ്ങാതെ ബ്ലോക്ക് ആവുകയും പുഴുക്കൾ നിറയുകയും ചെയ്യാം. കാരണം ഇല്ലന്റ് വഴി നിക്ഷേപിക്കുന്ന മാലിന്യം പൂർണ്ണമായി പ്ലാന്റിനകത്ത് പോകാത്തതുകൊണ്ടും ആവശ്യത്തിന് വെള്ളം ഒന്നിച്ചൊഴിക്കാത്തതുകൊണ്ടും വലിയതും കട്ടിയുള്ളതുമായ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുകൊണ്ടും ഇല്ലന്റ് ടാങ്ക് നിറഞ്ഞ് ബ്ലോക്കാവും. പരിഹാരം: ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. പ്ലാന്റിന്റെ പ്രവർത്തനം പഴയ രീതിയിൽ കൊണ്ടുവരാം. ഗ്യാസ് കത്താതിരിക്കുക. കാരണം ഗ്യാസ് കത്താൻ ആവശ്യമായ പ്രധാന ഘടകമാണ് മിഥേൻ. അതിന്റെ അളവ് 53% താഴെ വരുമ്പോൾ സ്വാഭാവികമായും ഗ്യാസ് കത്താൻ സാധ്യതയില്ല. പ്ലാന്റിനകത്ത് നിക്ഷേപിക്കാൻ പാടില്ലാത്ത ബാക്ടീരിയയെ നശിപ്പിക്കുന്ന ഏതെങ്കിലും വസ്തു പ്ലാന്റിനകത്ത് പോയതുകൊണ്ടാവാം
അങ്ങനെ വരുമ്പോൾ തൽക്കാലം മാലിന്യ നിക്ഷേപം നിർത്തിവെക്കുക. ഉടനെ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ചെയ്യുക. ഷീൽഡഡ് ടൈപ്പ് പോർട്ടബിൾ പ്ലാന്റിന്റെ പ്രത്യേകതകൾ ദുർഗന്ധം, കൊതുക് എന്നിവയ്ക്ക് ഒട്ടും സാധ്യതയില്ല. ഏതെങ്കിലും കാലത്ത് കട്ട പിടിക്കാൻ ഇടവന്നാൽ മുകൾ ഭാഗം തുറന്ന് റീസെറ്റ് ചെയ്യാം. പ്രഷർ ഉള്ളതുകൊണ്ട് 100 മീറ്റർ കൂടുതൽ ഗ്യാസ് പ്ലംബിംഗ് ചെയ്തു കൊണ്ടുപോകാം. ഇല്ലന്റ് ടാങ്കിനകത്തെ മാലിന്യം ഫ്ലഷ് ടാങ്കിലെ കണക്ഷൻ ഓൺ ചെയ്താൽ പൂർണ്ണമായും പ്ലാന്റിനകത്ത് പോകുന്നു. പോർട്ടബിൾ ആയതുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. കരയിലോ കുഴിയിലോ വെള്ളത്തിലോ ടെറസിന് മുകളിലോ റൂമിനകത്ത് പോലും സുഖമായി സ്ഥാപിക്കാം. 10 വർഷം വാറണ്ടി. 3 ദിവസം കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങാം. ഇഷ്ടിക പ്ലാന്റുകളെ അപേക്ഷിച്ച് ഷീൽഡ് ചെയ്ത പോർട്ടബിൾ പ്ലാന്റുകൾക്ക് താരതമ്യേന ചെലവ് കുറവാണ്. പ്ലാന്റിനകത്തെ മാലിന്യം പൂർണ്ണമായും ഡൈജസ്റ്റായി മാത്രമേ പുറത്തേക്ക് വരൂ. ഭാവിയിൽ ഭാരമേറിയ വസ്തുക്കൾ വീണ് പൊട്ടിയാൽ അത് പാച്ച് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. ഉപഭോക്താവിന് കൃത്യമായ സർവീസിംഗും ബോധവൽക്കരണവും ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. 100% ഗ്യാരണ്ടി, ഉയർന്ന ക്വാളിറ്റി, സത്യസന്ധത, പുതിയ ടെക്നോളജി, മികച്ച സേവനം, ഇതൊക്കെയാണ് നിങ്ങളെ ഞങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ച് വിപണനം സാധ്യമാക്കുന്നതിന് സഹായം, ഊർജിത ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ച് വിപണനം സാധ്യമാക്കുന്നു. ഗുരുതരമായ മാലിന്യ ഭീകരനിൽ നിന്നും സുന്ദരമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുവാനും വരും തലമുറ നമ്മെ ശപിക്കാതിരിക്കാനും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ബയോഗ്യാസ് ടെക്നിക്കൽ കേരള ഡെവലപ്മെന്റ് സൊസൈറ്റി, പിലാത്തറ, കാടാമ്പുഴ, മലപ്പുറം, കേരള, ഇന്ത്യ. ഫോൺ 0494-261-5077. മൊബൈൽ 8606335533, 8606263333.